നമ്മുടെ മാതാപിതാക്കളെ വെറുപ്പിക്കും, ഉസ്താദുമാരെ വെറുപ്പിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായി തിടുക്കമുള്ള ഒരാള് അയാളെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്താൽ അവിടെ വിഷമങ്ങൾ മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാപ്പയും മകനും ഒരു വഴിക്ക് നടന്നു പോകുമ്പോ വാപ്പയുടെ മുന്നിൽ മകൻ നടന്നാൽ സാമ്പത്തികമായി വലിയ ഞെരുക്കം ഉണ്ടായി ആ മകൻ പരീക്ഷിക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മാതാപിതാക്കൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ ഇവിടെ ദുനിയാവിൽ തന്നെ വളരെ പെട്ടെന്ന് അതിന്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ എത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഉപ്പയുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ഉമ്മയുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല, ആ ഉമ്മ ഒരുപാട് ദിവസം നമ്മൾ കാരണമായിട്ട് കരഞ്ഞിട്ടുണ്ട്, ആ ഉപ്പ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണോ നമുക്കുണ്ടായത്? എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉപ്പയെ കണ്ട് പൊരുത്തപ്പിടിക്കാൻ നമുക്ക് ഉപ്പന്റെ കാല് പിടിച്ച്, ഉമ്മന്റെ കാല് പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവിടെ പൊരുത്തം വാങ്ങാൻ നമുക്ക് കഴിയണം. മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അനുസരിച്ചാൽ കിട്ടേണ്ട സ്വർഗം ഉമ്മയുടെ പൊരുത്തം കൂടി ആവശ്യമുണ്ട് എന്നാണ്.